ഓണനാളിൽ പൂഞ്ഞാർ എം.എൽ.എയുടെ വീട്ടിൽ കരിനിലം പശ്ചിമ കൊട്ടാരക്കട റോഡ് നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജനകീയ റോഡ് സംരക്ഷണ സമിതി നേതാക്കളും കോൺഗ്രസ് മെമ്പർമാരുമായ ജാൻസി തൊട്ടിപ്പാട്ട്, സിനിമോൾ തടത്തിൽ എന്നിവർ നാട്ടുകാരും ചേർന്ന് എം.എൽ.എയുടെ വീടിന് മുന്നിൽ നടത്തിയ പഴങ്കഞ്ഞി കുടിച്ചുള്ള പ്രതിഷേധ സമരത്തിന് എതിരെ എം.എൽ.എ നടത്തിയ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്ത്. സമരത്തിന് 2 കോൺഗ്രസ് വനിതാ മെമ്പർമാർ മാത്രമേ ഉള്ളൂവെന്നും കോൺഗ്രസിന്റെ പിന്തുണ ഇല്ലെന്നുമായിരുന്നു എം.എൽ.എയുടെ പരാമർശം. ഇവർ സമരം ചെയ്യുന്നത് ഒറ്റയ്ക്കല്ലെന്നും കോൺഗ്രസ് പാർട്ടി കൂടെയുണ്ടെന്നും മണ്ഡലം പ്രസിഡന്റ് കെ.എസ്. രാജു പറഞ്ഞു. അത് കോൺഗ്രസിന്റെ 2 മെമ്പർമാരായ സിനിമോൾ തടത്തിന്റെയും ജാൻസി മെമ്പറുടെയും നേതൃത്വത്തിൽ അവിടുത്തെ നാട്ടുകാരെയൊക്കെ വിളിച്ചു ചേർത്ത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നാട്ടുകാരെ മുഴുവൻ വിളിച്ചു ചേർത്ത് ആലോചിച്ച് എടുത്ത തീരുമാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഓണത്തിന് അന്ന് പഴങ്കഞ്ഞി കുടിച്ചുകൊണ്ടുള്ള ഒരു സമര പരിപാടി എം.എൽ.എയുടെ വീട്ടുപടിക്കൽ നടത്തുവാൻ തീരുമാനിക്കുകയുണ്ടായി. ആ തീരുമാനിച്ചപ്പോൾ അന്ന് ഇവരുടെ ഈ കമ്മിറ്റി അംഗങ്ങൾ എടുത്ത ഒരു തീരുമാനം, സമരസമിതിയുടെ ഭാരവാഹികൾ മാത്രം എം.എൽ.എയുടെ വീട്ടുപടിക്കലുള്ള സമരത്തിൽ പങ്കെടുത്താൽ മതി എന്ന് നിശ്ചയിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് കുറച്ച് ആളുകളെ മാത്രം അവിടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആ സമരം അവിടെ നടത്തിയത്. അതിനുശേഷം ഈ 2 സമര പരിപാടികളും വളരെ വിജയമായിരുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇത് ബഹുജനങ്ങൾ, ഈ മേഖലയിലെ ദുരിതം അനുഭവിക്കുന്ന ബഹുജനങ്ങൾ മുഴുവൻ ഇതിനെ പൂർണ്ണമായും ഈ 2 സമരത്തെയും സ്വാഗതം ചെയ്തിരിക്കുകയാണ്. എന്നാൽ 2ാമത്തെ സമരത്തിന് എം.എൽ.എ പറഞ്ഞ ഒരു കമന്റ്, ഒരു മറുപടി, ഇവിടെ 2 വനിതാ മെമ്പർമാർ, അവർക്ക് പാർട്ടിയുടെയോ മറ്റാളുകളുടെ ആരുടെയും പിന്തുണയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു കമന്റ് നമ്മൾ കാണുകയുണ്ടായി. പക്ഷെ അതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, കോൺഗ്രസ് പാർട്ടിയുടെയും UDFന്റെയും ഒക്കെ പൂർണ്ണ പിന്തുണ ഈ കാര്യത്തിൽ ആ മേഖലയിലെ ജനങ്ങളോടൊപ്പം, ആ മേഖലയെ പ്രതിനിധീകരിക്കുന്ന മെമ്പർമാരെന്ന നിലയിൽ സിനിമകളോടൊപ്പവും ജാൻസി തൊട്ടിപ്പാട്ടിനോടൊപ്പവും പൂർണ്ണമായി UDFന്റെ പിന്തുണ, കോൺഗ്രസിന്റെ പിന്തുണ ഈ കാര്യത്തിൽ ഉണ്ട് എന്ന് പറയാൻ തന്നെ ഈ ഒരു അവസരം ഞാൻ വിനിയോഗിക്കാം. ഞാൻ അവിടുത്തെ റോഡ് നന്നാക്കി, ഇവിടെ ലക്ഷങ്ങൾ, അവിടെ കോടികൾ മുടക്കി എന്നൊക്കെ പറഞ്ഞ് പല റോഡുകളുടെ പേരുകൾ പ്രതിപാദിക്കുന്ന കേട്ടു. പക്ഷെ അതിന് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ മേഖലയിൽ എം.എൽ.എ ഈ മേഖലയിലൂടെ പോയിട്ടുണ്ടോ? ജനപ്രതിനിധിയായി വന്നതിന് ശേഷം എം.എൽ.എ ഈ റോഡിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം ഞങ്ങൾക്കുണ്ട്. പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് വേറൊരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഇവിടെ മറ്റ് റോഡുകൾ നന്നാക്കിയോ ഇല്ലയോ എന്ന് നമുക്കറിയേണ്ട കാര്യമില്ല. ഇവിടെ ഈ റോഡ് ഉത്തരവാദിത്തപ്പെട്ട ഒരു എം.എൽ.എ എന്ന നിലയിൽ ഈ റോഡ് നന്നാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഈ റോഡ് നന്നാക്കുന്ന കാര്യം പറയുമ്പോൾ മറ്റ് റോഡുകളുടെ കാര്യങ്ങൾ പറഞ്ഞ് തടി തപ്പുന്നത് അത് ശരിയായ നടപടിയല്ല എന്ന് പറയാൻ ഈ ഒരു അവസരം ഞങ്ങൾ വിനിയോഗിക്കുകയാണ്. പിന്നെ എം.എൽ.എ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. എം.എൽ.എ ഈ മേഖലയിൽ വന്ന് അവിടുത്തെ ഈ ത്രിതല നമ്മുടെ ഈ മെമ്പർമാരും അവിടുത്തെ ജനങ്ങളും ഞങ്ങളെല്ലാവരും അവരോടൊപ്പം കാണും. അവിടെ ഒരു സംവാദത്തിന് എം.എൽ.എ തയ്യാറുണ്ടോ? ഞങ്ങൾ ഓരോരുത്തരും തയ്യാറാണ്, ഈ ജനപ്രതിനിധികളും തയ്യാറാണ്. ധൈര്യമുണ്ടെങ്കിൽ ആ മേഖലയിൽ വന്ന് ഒരു സംവാദം നടത്തണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് ഈ സിനിമോൾ തടത്തിൽ മെമ്പറും ജാൻസി തൊട്ടിപ്പാട്ട് മെമ്പറും മാത്രമല്ല ഈ സമരത്തിനുള്ളത്. ഇവിടുത്തെ UDFും കോൺഗ്രസ് പാർട്ടിയും ബഹുജനങ്ങളിലെല്ലാം അവരുടെ പിന്തുണയും സഹകരണവും, പൂർണ്ണമായ സഹകരണം എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാവും. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിനോടുള്ള എം.എൽ.എയുടെ അവഗണന തുടർന്നാൽ UDF സമരം ഏറ്റെടുക്കുമെന്നും കെ.എസ്. രാജു പറഞ്ഞു.